ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ ഗീതുവിനെ കൊല്ലാൻ വന്നവൻ്റെ കയ്യിൽ നിന്നും തലനാരിഴയ്ക്കാണ് നമ്മുടെ ഗീതു രക്ഷപ്പെട്ടത്. ഗീതുവിന് രക്ഷകയായി എത്തിയതോ നമ്മുടെ വിജയലക്ഷ്മിയും. അങ്ങനെ വിജയലക്ഷ്മി വന്നതുകൊണ്ട് മാത്രം ഗീതുവിൻ്റെ ജീവിതം തിരികെ കിട്ടി. അങ്ങനെ അവർ വന്നു, ഡോക്ടറും നേഴ്സും ഒക്കെ വന്ന് കണ്ട് ഈ ഒരവസ്ഥയിൽ നിന്നും ഗീതുവിനെ റിക്കവർ ചെയ്തെടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും അടുത്ത സെക്യൂരിറ്റിയോട് നേഴ്സുമാർ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഒരുത്തൻ അങ്ങോട്ട് ഓടിയിട്ടുണ്ട്, അവനെ കണ്ടുപിടിക്കണമെന്ന്. അപ്പോഴേക്കും അവരെല്ലാവരും, അതായത് സെക്യൂരിറ്റിയൊക്കെ ഇങ്ങനെ തപ്പി തേടി നടക്കുവാണ്, ആരാണ് വന്നത്, ഏതവനാണ് വന്നത് എന്നൊക്കെ അറിയാനായിട്ട്. അങ്ങനെ ആ ഒരു സംഭവം അവിടെ നടക്കുന്നു. ഇതേ സമയത്ത് ഡോക്ടർ വന്ന് ഗീതുവിന് മാസ്ക്, അതായത് ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ച് കൊടുത്തു, ബ്രീത്ത് ചെയ്യാനൊക്കെ പറയുന്നു. അങ്ങനെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തുന്നു. ആ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഗീതു കുറച്ചുകൂടി ഇമ്പ്രൂവ് ആകുന്നത്, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ഇത് കഴിഞ്ഞപ്പോഴേക്കും മേഡത്തിനോട് ഒരുപാട് നന്ദിയൊക്കെ പറഞ്ഞ് ഡോക്ടറും നേഴ്സും ഒക്കെ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോഴും നമ്മുടെ ഗീതു പെട്ടെന്ന് ഈ നേഴ്സിനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. കാരണം ഈ കൊലയാളി വരുന്നതിന് തൊട്ട് മുൻപ് തന്നെ ഈ നേഴ്സ് ഫോണിലൂടെ വിളിച്ച് സംസാരിക്കുന്നത് നമ്മുടെ ഗീതു കേട്ടതാ. നീ ഇങ്ങ് പോരെ, ഞാനിവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചിരുന്നല്ലോ. അത് നമ്മുടെ ഗീതു കേട്ടത് കൊണ്ട് ഒരു പക്ഷേ ഇനി ഇങ്ങനെ അയാളെ, അതായത് ഈ കൊല്ലാനുള്ള കൊലയാളിയെ നേഴ്സായിട്ട് വിളിച്ചു വരുത്തിയതാണോ എന്ന് പോലും നമ്മുടെ ഗീതു ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് മനസ്സിൽ. ആ സമയത്ത് ഡോക്ടർ കാര്യങ്ങളെല്ലാം നോക്കി ഏർപ്പാടാക്കിയിട്ട് അവിടെ നിന്ന് അങ്ങ് പോകുകയും ചെയ്തു. അദ്ദേഹം അങ്ങ് പോയി കഴിഞ്ഞപ്പോഴോ ഇതേ നമ്മുടെ വിജയലക്ഷ്മി മേഡം ഇങ്ങനെ ഗീതുവിനെ സമാധാനിപ്പിക്കുകയാണ്. ഗീതുമോൾ വിഷമിക്കേണ്ട, ഒന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട എന്നൊക്കെ പറഞ്ഞ്. അപ്പോഴേക്കും ഗീതു നിങ്ങൾ ആരാണെന്നുള്ള ഒരു രീതിയിൽ കൈകൊണ്ടും അങ്ങനെ മുഖം കൊണ്ടൊക്കെ ഒരു ആക്ഷനൊക്കെ കാണിക്കുന്ന സമയത്ത് അവർക്ക് മനസ്സിലായി ഗീതുവിൻ്റെ ഉള്ളിലെ ചോദ്യം താൻ ആരാണ് എന്നുള്ളതാണെന്ന്. അപ്പോൾ ആ മേഡം പറഞ്ഞു, ഗീതുമോളിപ്പോൾ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ആരാണെന്നല്ലേ. നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട. ഇവിടെ നിന്ന് നീ പോകുന്നതിന് മുൻപ് ഞാൻ ആരാണെന്നും ഞാൻ എന്തിനാണ് ഇവിടെ വന്നതെന്നും എന്താണ് ഇതിൻ്റെയൊക്കെ പിറകിലെന്നും എല്ലാം നീ അറിഞ്ഞിട്ടേ നിന്നെ ഞാൻ പറഞ്ഞയക്കൂ, അല്ലെങ്കിൽ നീ ഇവിടം വിടൂ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുക. അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗീതുവിന് ആശ്വാസമായി. മേഡം നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും നിന്നോടൊപ്പം ഞാൻ ഉണ്ടാകും എന്ന് വാക്കും കൊടുക്കുന്നു ഗീതുവിന്. അപ്പോൾ ഗീതുവിന് ഒന്നല്ലെങ്കിൽ മറ്റൊരു രക്ഷകയുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവിൽ നമ്മുടെ ഗീതു അവിടെ ഇങ്ങനെ കിടക്കുകയാണ്. അത് കഴിഞ്ഞപ്പോഴേക്കും ആ മേഡം ഇങ്ങനെ ഗീതുവിൻ്റെ അരികിൽ നിന്ന് ഗീതുവിനെ കുറേ നോക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അങ്ങ് പോകാനായിട്ട് ഇറങ്ങുമ്പോഴേക്കും ഡോക്ടർ വന്നു. ഡോക്ടർ വന്നിട്ട് മേഡം പോവുകയാണോ എന്നൊക്കെ ചോദിച്ചു. അതെ, പോവുകയാണെന്നും പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴേക്കും മേഡവും ഈ ഡോക്ടറോട് പറയുകയാണ്, ഗീതുവിനൊരു കുറവും വരരുത്, ഗീതുവിൻ്റെ ഈ റൂമിൻ്റെ വെളിയിൽ എപ്പോഴും ഒരു സെക്യൂരിറ്റി ഉണ്ടാകണം, ഗീതുവിൻ്റെ റൂമിലേക്ക് അനുവാദമില്ലാതെ ആരെയും കടത്തി വിടാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡോക്ടറെയും അതുപോലെ നേഴ്സിനെയും പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് മേഡം പോകും. അപ്പം മേഡത്തിനോട് പറഞ്ഞു, ടെൻഷനാവുമൊന്നും വേണ്ട, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കിക്കോളാം, മേഡം ഒന്നും കൊണ്ടും ടെൻഷൻ ആവേണ്ടാന്ന്. അപ്പോൾ അതൊക്കെ കേട്ട് കഴിയുമ്പോൾ മേഡത്തിന് ഒരു ആശ്വാസമായിട്ടോ. അത് കഴിഞ്ഞ് പുള്ളിക്കാരി അങ്ങ് പോകുക. പുള്ളിക്കാരി പോകുന്ന സമയത്ത് നമ്മുടെ ഗോവിന്ദ് അവിടെ നിന്ന് കയറി വരുമായിരുന്നു. ഗോവിന്ദ് ഇങ്ങോട്ട് കയറി വരികയും നമ്മുടെ മേഡം അങ്ങ് ഇറങ്ങി പോവുകയും ഒരുമിച്ച്. അപ്പോൾ കയറി വരുന്ന ഗോവിന്ദിനെ മേഡം കണ്ടു. അപ്പോൾ തന്നെ ഗോവിന്ദ് കണ്ടാൽ അത് ആകെ പ്രശ്നമാകുമെന്ന് അറിയാവുന്നത് കൊണ്ട് വേഗം തന്നെ തലയിൽ കൂടി ഇങ്ങനെ ആ ഷോള്, അതായത് സാരിയുടെ തലപ്പ് ഇങ്ങനെ ഇട്ടു. എന്നിട്ട് മുഖം മറച്ച് ഗോവിന്ദിൻ്റെ അരികിലൂടെ പോവുക. ഗോവിന്ദാണെങ്കിൽ വരുന്ന ആളുടെ മുഖത്ത് നോക്കുന്നുമില്ല. അതുകൊണ്ട് ഇതാരാണെന്ന് മനസ്സിലായുമില്ല. യാതൊരു പരിചയമില്ലാത്ത അപരിചിതരെ പോലെ ഇവർ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും വരികയും ചെയ്തു. അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ മുകളിലേക്ക് കയറി വന്നു. ഐസിയുവിൻ്റെ മുന്നിലെത്തിയപ്പോഴേക്കും നമ്മുടെ ഡോക്ടർ അങ്ങ് വന്നു. ഡോക്ടർ വന്നു കഴിഞ്ഞിട്ട് എവിടെയായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ അത്യാവശ്യമായിട്ടൊന്ന് പുറത്ത് പോയതായിരുന്നു, ഗീതുവിന് എന്തെങ്കിലും ഗീതുവിന് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ ഒരു സംഭവം ഇവിടെ നടന്നെന്നുള്ള കാര്യം പറയുവാണ് ഗോവിന്ദനോട് ഡോക്ടർ. അപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിച്ചു ഡോക്ടറോട്. ഇപ്പോൾ ഗീതുവിൻ്റെ അരികിലൊരു കൊലയാളി വന്നുവെന്നും വിജയലക്ഷ്മി മേഡമാണ് ഗീതുവിനെ രക്ഷിച്ചതെന്നും പറഞ്ഞു. അവരെങ്ങനെ രക്ഷിച്ചു എന്ന് ചോദിച്ചപ്പോൾ ഗീതുവിനെ അയാൾ തലയണെ അമർത്തി കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു. അത് കണ്ടുകൊണ്ട് വന്ന മേഡം അവനെ പിടികൂടുകയായിരുന്നു എന്നും മേഡം അത് കണ്ടുകൊണ്ട് വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് ഗോവിന്ദൻ്റെ വൈഫിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് മറ്റൊരവസ്ഥയിലായിരുന്നു എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദ് ഞെട്ടിപ്പോയി. ഗോവിന്ദ് ആകെ തകർന്നു പോയിട്ടോ. കാരണം ഇവിടെ ഇത്രയും സെക്യൂരിറ്റി സിസ്റ്റംസ് ഉള്ളപ്പോൾ ആരാണ് ഇതുപോലൊരു പരിപാടി കാണിച്ചതെന്ന് ഗോവിന്ദ് ചോദിച്ചു. അപ്പോൾ എന്താണെന്നൊന്നും അറിയില്ല. ഗീതുവിനും അതുപോലെ ഗോവിന്ദനുമുള്ള ശത്രുക്കൾ ആരെങ്കിലുമൊക്കെ ആയിരിക്കാം ഇതിനൊക്കെ പിന്നിൽ, അതുകൊണ്ട് വളരെ ഒന്ന് സൂക്ഷിക്കണം എന്നുള്ള കാര്യമൊക്കെ ഗോവിന്ദനോട് ഇങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഗോവിന്ദ് നേരെ ഗീതുവിൻ്റെ അടുത്തേക്ക് ചെല്ലുക, ഗീതുവിൻ്റെ അവസ്ഥ അറിയാൻ വേണ്ടി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഗീതു ഇങ്ങനെ ഒരു ബ്രീത്ത് എടുക്കാനുള്ള പെടാപ്പാട് വെട്ടി ഇങ്ങനെ ഇവിടെ കിടക്കുന്നു. എന്തായാലും കാര്യങ്ങൾ നേരത്തേലും കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയി എന്നുള്ള കാര്യം ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഇവർ തമ്മിൽ
സംസാരമൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗോവിന്ദ് പുറത്തേക്ക് ഇറങ്ങി ചെന്നു. അപ്പോൾ ഈ വിജയലക്ഷ്മി മേഡമാണ് വന്നതെന്നുള്ള കാര്യം നമ്മുടെ ഗോവിന്ദ് എന്നിട്ട് നേരെ ചെന്ന് മഹേഷിനോട് പറഞ്ഞു. അപ്പോൾ മഹേഷിനോട് പറഞ്ഞപ്പോൾ ഒരിക്കലും അവരെ നമുക്ക് വെറുതെ ഒരു അന്യരെ പോലെ മാറ്റി നിർത്താൻ കഴിയില്ലെന്നും അവർക്ക് ശരിക്കും പറഞ്ഞ ഒരു ട്രീറ്റാണ് കൊടുക്കേണ്ടതെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുക. കാരണം അവരില്ലായിരുന്നെങ്കിൽ ഇന്ന് പല ദുരന്തവും നിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചേനെ ഗോവിന്ദ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഗോവിന്ദനോട് പറഞ്ഞു. അപ്പോൾ ഗോവിന്ദൻ അതൊന്നും കേട്ടപ്പോൾ അങ്ങ് സഹിക്കുന്നില്ല. ഭയങ്കര ദേഷ്യവും കാര്യങ്ങളും ഒക്കെ. ഈ സമയത്ത് കൊല്ലാൻ ചെന്നവന് കൊല്ലാൻ കഴിയാതെ പുറത്തിറങ്ങി ഓടി രക്ഷപ്പെട്ട് വന്ന് നിന്നിട്ട് സുവർണയെ വിളിക്കുക. സുവർണയെ വിളിച്ചിട്ട് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സുവർണയും ആകെ വല്ലാതെയായി. ഇനിയിപ്പം ഇവരോട് എന്തു പറയും, രാധികാ മാമിനോടൊക്കെ എന്തു പറയും? അവരിപ്പോൾ ഗീതുവിൻ്റെ ഡെഡ് ബോഡി കാണാമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. അങ്ങനെയുള്ളവരോട് ഗീതു മരിച്ചില്ല എന്ന് എങ്ങനെ പറയും എന്നുള്ള ആ ഒരു ടെൻഷൻ അടിച്ചാണ് ആശാത്തി നിൽക്കുന്നത്. അപ്പം തന്നെ അവർ രണ്ടുപേരും കൂടെ വരികയും ചെയ്തു വിശേഷം അറിയാനായിട്ടേ. വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സുവർണ പറഞ്ഞു, ഇന്ന് ഗീതുവിൻ്റെ അവസാനം കണ്ടേനെ. പക്ഷേ ഗീതുവിനെ കൊല്ലാനായിട്ട് വന്ന കൊലയാളി ഗീതുവിൻ്റെ മുഖത്ത് തലേണി അമർത്തി ശ്വാസം മുട്ടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു സ്ത്രീ അവിടേക്ക് വന്നു എന്നാണ് പറഞ്ഞത്. ആ സ്ത്രീ വന്നില്ലായിരുന്നെങ്കിൽ ഇന്നുകൊണ്ട് എല്ലാത്തിനും തീരുമാനമായേനെ എന്നുള്ള കാര്യമൊക്കെ സുവർണ പറയുക. എല്ലാം കൊണ്ടും ഒക്കെ ആയതായിരുന്നു എന്നും. അങ്ങനെ ആ സമയത്ത് ഗീതുവിനെ അവിടെ കാണാൻ വരണമെന്നുണ്ടെങ്കിൽ ആ സ്ത്രീ ആരായിരിക്കുമെന്ന് സുവർണ ചോദിക്കാം. അപ്പോൾ ഇത് രാധികയ്ക്കും അറിയില്ലല്ലോ. അപ്പോൾ ഗോവിന്ദ് സാറിനെ വിളിച്ച് ചോദിച്ചാൽ കാര്യങ്ങൾ അറിയാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ അതിപ്പോൾ അങ്ങനെ ചോദിക്കുന്നത്ര സേഫ്റ്റി അല്ല എന്ന് രാധിക പറഞ്ഞു. ചോദിക്കാനുള്ള സമയമൊക്കെ വരും, അന്നേരം ചോദിക്കാം. എടുത്തു ചാടി ചോദിച്ചാൽ ശരിയാവില്ല എന്ന്. ആയിക്കോട്ടെ, എടുത്തു ചാടി ചോദിക്കേണ്ട. ഇനിയിപ്പോൾ അടുത്ത അറ്റംപ്റ്റ് വളരെയേറെ ശ്രദ്ധിച്ച് വേണം. ഇപ്പോൾ ഒരു അറ്റംപ്റ്റ് നടത്തിയത് കൊണ്ട് എല്ലാം വളരെ ശ്രദ്ധയോടുകൂടിയായിരിക്കും അവർ വീക്ഷിക്കുന്നത്. അതുകൊണ്ട് നമുക്കിപ്പോൾ എടുത്ത് ചാടി ഓടി പിടിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല എന്നും പറഞ്ഞു. അങ്ങനെ ആ ഒരു കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ അവരിയ്ക്കുക. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദ് വിജയലക്ഷ്മിയെ കാണണം എന്ന് തന്നെ തീരുമാനിച്ചുറപ്പിച്ചു. കാരണം ഈ ഗീതുവിൻ്റെ അരികിൽ വരുന്നതും അതുപോലെ ഗീതുവായിട്ട് ഇവർ മിങ്കിൾ ചെയ്യുന്നതൊന്നും അത്ര സേഫ്റ്റി ആയിട്ടുള്ള കാര്യമല്ലെന്ന് ഗോവിന്ദൻ അറിയാം. അതുകൊണ്ട് തന്നെ ഗോവിന്ദൻ അവരെ കാണാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോഴേക്കും താഴേക്ക് ഇറങ്ങി ചെന്നു. എന്തായാലും അവരവിടെ ഉണ്ടായിരുന്നു. പോകുന്നതിന് മുന്നേ തന്നെ ഓടി കതച്ച് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്നത്. അവിടെ ഇറങ്ങിച്ചെന്ന് അവരെ കണ്ട് സംസാരിക്കുക. ഇനി ഒരിക്കലും ഗീതുവിനെ കാണാൻ ശ്രമിക്കരുതെന്നും അതുപോലെ ഗീതുവിൻ്റെ നിഴൽവെട്ടത്ത് പോലും അവരിനി വരാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളും പറഞ്ഞു. അങ്ങനെ രക്ഷിച്ചതിന് നന്ദിയൊക്കെ പറയുന്ന രീതിയിലൊക്കെ തന്നെ നമ്മൾ ഗോവിന്ദൻ സംസാരിച്ചു. അന്നേരത്തേക്ക് ഈ പുള്ളിക്കാരി പറഞ്ഞത് വേറൊന്നുമല്ല, ഇനിയിപ്പോൾ ഞാൻ ഗീതുവിനെ കാണണ്ട എന്ന് വിചാരിച്ച് ഒഴിഞ്ഞു മാറി നടന്നാലും ഗീതു എന്നെ കാണാൻ എൻ്റെ അരികിലേക്ക് വരും. അത് തടയാൻ നിനക്കോ മറ്റാർക്കോ കഴിയില്ലെന്നും പറഞ്ഞ് ഗോവിന്ദനെ അമ്മ വെല്ലുവിളിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനോട് കൂടി, അതായത് ഗീതുവിൻ്റെ കാര്യത്തിൽ അമ്മയും മോനും പരസ്പരം കൊമ്പ് കോർക്കുന്നു. ഗീതുവും പുള്ളിക്കാരിയും ഒറ്റ കയ്യുമാകുന്നു. അപ്പോൾ പുത്തൻ വിശേഷങ്ങളുമായി കാണാം കേട്ടോ എല്ലാവർക്കും.